ജപ്പാനിൽ മനുഷ്യജീവൻ ഭീഷണിയായി പുതിയ ബാക്ടീരിയ. ശരീരത്തിൽ കയറിയാൽ 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുന്ന മാരക ബാക്ടീരിയ പടരുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത്. ജപ്പാനിലെ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവുകൾ വരുത്തിയതിനു പിന്നാലെ ആണ് പുതിയ ബാക്ടീരിയ വ്യാപിക്കുന്നത്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം എന്നാണ് ഈ രോഗത്തിന്റെ പേര്. മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ എന്നാണ് ഈ ബാക്ടീരിയ അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം 941 പേർ ഈ രോഗം ബാധിച്ചു മരിച്ചതായി ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വർഷം പകുതിയായപ്പോഴേക്കും ഈ വർഷം 977 കേസുകൾ ജപ്പാനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തെന്ന് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഫെക്ഷസ് ഡിസീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കുട്ടികളിൽ തൊണ്ടവേദനയോടെയാണ് അസുഖത്തിന്റെ തുടക്കം. പ്രായമായവർക്ക് പനി, സന്ധിവേദന, ലോ ബി.പി എന്നിവ പ്രകടമാകും. 50 വയസ്സിന് മുകളിൽ ഉള്ളവരെയാണ് രോഗം ഗുരുതരമായി ബാധിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2022 കോവിഡിന് പിന്നാലെ 5 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നതായി ലോകാരോഗ്യ സംഘടനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻഫർമേറ്റീവ് ആയ പുതിയ വീഡിയോസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.